കേട്ട്. വനിതാ MLA-ക്ക് മന്ത്രിയുടെ ഹസ്തദാനം. MLA-യുടെ ആരോപണത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ആര്? MLA-യുടെ ഭർത്താവ്. പിടിവിടാൻ താമസിച്ചു കാണും. ഈ വീട്ടിൽ ഇരുത്തി പോറ്റിയാ പോരെ, അസംബ്ലിയെ കൊണ്ട് കെട്ടണോ? എന്ത് പുളിയാ മൂസാക്ക? കിട്ടുകയാണെങ്കിൽ ഒരു അരക്കിലോ കഴിച്ച് നമുക്ക് മീൻകറിലിടാം. ഇത് വാളംപുളിയും കുടംപുളിയൊന്നും അല്ല, അസംബ്ലി. അസംബ്ലി എനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വനിതാ മൂസാബായിക്ക് അറിഞ്ഞൂടെ? ഇളകി മേഞ്ഞ പശു കെട്ടിയിട്ടാ പുല്ല് തിന്നില്ല. വിശക്കുമ്പോ കൊടുത്താ തിന്നും. ഇക്കാലത്ത് കനകം മൂലം കാമിനി മൂലം കുടിക്കാൻ തോട്ടിന്ന് കോരി വെച്ച വെള്ളത്തിലാണ് പഴത്തുലി എറിഞ്ഞു കളിക്കുന്നത്. സോറി, ഞാൻ ദോശക്കല്ലിൽ എറിഞ്ഞതാ. എന്താ? കല്ല് വെറുതെ പഴുത്ത് കിടക്കയല്ലേ. വരുന്നവനും പോകുന്നവനും എറിഞ്ഞു കളിക്കാനല്ലേ ഞാൻ ദോശക്കല്ലി ഉണ്ടാക്കി വെച്ചേക്കണത്. പണ്ട് ലീലനെ കുത്തുവാളടിപ്പിച്ച ഒരു പെണ്ണ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു പൊലിഞ്ഞത്. നീട്ടി വായിരി. ലൈറ്റ് ഒന്നിട്ടെ. ലൈറ്റ് ഇടാൻ മാത്രം പറയരുത്. എന്നാ ടോർച്ച്, വിരൽ തുമ്പിലെ ചന്ദ്രൻ. കറണ്ട് കാശ് കൂടിയതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഒരു ചായ വെച്ച പോലും കൊടുക്കാൻ പേടിയാ. കറണ്ട് കാശ് എപ്പോഴാ കൂടാന്ന് കറണ്ട് മന്ത്രിക്ക് പോലും അറിയില്ലെന്നേ. മൂസാക്ക ടോർച്ചിന്റെ ബാറ്ററി 12. കണ്ട്. ചേട്ടത്തിയുടെ മക്കളെല്ലാം ഒരുപോലെ പറഞ്ഞു ചെയ്യിച്ച പോലെ. ചേട്ടത്തിക്ക് അറിയാതിരിക്കോ ക്ലോണിങ്? കൊഴപ്പീരയുടെ തീരെ കുറവാ. എത്രയും മോളെ? മൊത്തം 12 ലിറ്റർ. പറ്റുവല്ലതും ഉണ്ടോ? 36 രൂപ 50 പൈസ. 36, 4, 40. ഇത് പുതിയതാണോ? കൊണ്ടുവന്നപ്പോ പുതിയതായിരുന്നു. പൈസ സൂക്ഷിച്ചുണ്ടോണേ. അയ്യോ, മോള് വെച്ചോ. മോള് വായിച്ചിട്ട് കൂടെ തന്നാ മതി. അപ്പാപ്പനൊരു ബീഡിയും തീപ്പെട്ടി. പറയണേ. ഒരു 50 കിലോ എങ്കിലും കാണും. എല്ലാരും ഒറ്റ ത്രാസിൽ കാണല്ലേ എന്റെ മൂസാക്ക? അയ്യോ, ഇനി അതിൽ കയറി പിടിക്കല്ലേ. ഞാൻ ആ നരിക്കൂട്ടിൽ ഏലിയമ്മയുടെ പശുവിന്റെ കാര്യം പറഞ്ഞതാ. ഇത്തിരി വെള്ളം എടുത്തു കൂടി പുട്ടിറങ്ങട്ട്. അപ്പൊ മൂസാക്ക പശുർച്ചാണ് വിൽക്കണത്, അല്ലാതെ പുലിയിറച്ചി വിൽക്കാൻ പറ്റുമോ? താനാരിവേ. പഞ്ചായത്തിലെ ഗോസംവർദ്ധന ഉപകേന്ദ്രത്തിൽ കൊണ്ടുപോയി 3 സൂചി വെപ്പിച്ചവക്ക് ചെന പിടിച്ചില്ലല്ലേ? ഇല്ല. ഇപ്പോഴത്തെ സൂചി പശുക്കൊക്കെ പിടിക്കുന്നില്ലെന്നാ തോന്നുന്നു. പിന്നെ തനിക്ക് പിടിക്കൂ? ഈ പഴയ രീതി എന്നാടോ നല്ലത്? ഇതെങ്കിലും പിടിക്കോ വർക്കിച്ച? ഇപ്പൊ കണ്ടില്ലായിരുന്നോ? അതായിരുന്നു പിടുത്തം. ഇനി പിടിച്ചില്ലെങ്കിൽ എവള് മച്ചിയാണെന്ന്. എവള് മച്ചൊന്നുമല്ല, അവളെ നിപ്പ് കണ്ടില്ലേ? ഇത് പിടിച്ചില്ലേ താൻ എന്നെ ഇങ്ങനെ വിളിച്ചോ? പിന്നെ കറവ് തുടങ്ങുമ്പോ ആദ്യത്തെ 1 ഗ്ലാസ് പാല് താൻ പഞ്ചസാര ഇട്ട് എനിക്കൊണ്ട് തരണം. ഓ, ഞാൻ ഏറ്റു. ഏറ്റു. കാശെടുക്കടോ. എന്റെ കൊലതല്ലി. അമ്മേ, ഒരു ചുമടുണ്ടല്ലോ തലയില്. ഇതൊന്ന് പിടിച്ച അമ്മച്ചി. രക്ഷയില്ല. ഒന്നും കൂടെ കേറി ചെത്തിയാലോ? അല്ല കുട്ടപ്പ, ഓ, എല്ലാരും 2 നേരം അല്ലെങ്കിൽ 3 നേരം ചെത്തും. താൻ ഇത് 4-5 തവണ ആയല്ലോ. അതെന്താണെന്ന് വെച്ചാ അന്നമ്മേട്ടത്തി ഇപ്പൊ കള്ളു കുറവാ. വെളുപ്പിനെ ഏറി തല്ലിയാലേ അന്ത്യാകുമ്പോ എന്തെങ്കിലും ചൊരത്തു. അതാ ഞാനിങ്ങനെ 5-6 തവണ. എന്റെ ഒരു വിധി നോക്കണേ എന്റെ കള്ളുമുത്തപ്പ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അതങ്ങനെയായി. കുട്ടപ്പ, നനഞ്ഞ തുണി നോക്കിക്കാതെ കാളെ കുളിപ്പിക്കണ. കുളിപ്പിക്കല്ലേ വർക്കിച്ചോ? എനിക്കിന്ന് ഡബിൾ ഡ്യൂട്ടിയാ, വേറെ കിട്ടണം. വർക്കിച്ച, കുട്ടപ്പൻ തേച്ച് വർക്കിച്ചന്റെ കാള തേഞ്ഞു പോവല്ലോ. കാണാം. കുട്ടപ്പനുള്ള ആമ്പയർ ഇല്ല, ഒന്നും തേഞ്ഞു പോവില്ല. കുട്ടപ്പ, നീ തേക്ക്. കെട്ടിയവനിപ്പോഴും പേർഷ്യ തന്നെ ആണോ? അതെ. അവിടെ ഒട്ടകത്തിനെ തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിന് ഇപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണെ, നിന്റെ പശുവിന്റെ പ്രസവം നിർത്തിയോ? എടി, നിന്റെ തുണിയല്ലേ കഴിഞ്ഞു?
ഇങ്ങി വാ പോവാ. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ 2 പാപ്പാമാര്? ഇതൊരു പ്രത്യേക ഇനമാ. ഒന്നാം പാപ്പ ഞാൻ, രണ്ടാം പാപ്പ യവൻ. എന്താ വർക്കിച്ച, മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാൾ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വിരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതും ലാഭം. പല്ല് ഉറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, 2 രൂപ ഇതാ. വർക്കറ്റിനത് കുറച്ചല്ലേ കഴിച്ചുള്ളൂ. വർക്കിച്ചിനൊന്ന് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നുമല്ലെന്നേ. ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100-ന്റെ പച്ചനോട്ട് മടക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. നാളെ ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതിലും പാർത്ത പെണ്ണേ. വർക്കിച്ചൻ എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. അതിന്റെ കെട്ടിയവനെന്തേ? വർക്കിച്ചോ, ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണിയുണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. ആ, എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നു. ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം. അന്തിക്കള്ള. വർക്കിച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ചെത്തിയാ. ആ, നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച അല്ല പൊരിച്ചു വെച്ച കരിമീൻ എടുത്തിട്ടോ. ചെല്ല് ചെല്ല്. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കൈ കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. ആ, അതാ. നീ ഓമന, നീ എവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീൻ എടുത്തേ. എന്നെ ഭയങ്കര പേടിയാ. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ? ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താണ്, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ തള്ളിയത് എന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. അവനെ ഞാനിവിടെ ഇത്തിരി. ഇപ്പൊ വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടാ. അങ്ങൊന്ന് വാങ്ങിക്കാം. ആ, മുള്ളു നോക്കണേ. നടക്കുമ്പം മുള്ളു നോക്കണം. ദാരി വഴിയില് നീയും കുടി. എന്താ വർക്കിച്ച ഇത്? കുടിക്കണേ. ചുരുട്ടാൻ പോയിട്ടില്ല. നല്ല വേഗമുണ്ട് അവന്റെ കൊല. വർക്കിച്ച, ആ. ശ്ശോ, മതിയെന്ന്. ഉം.
പടച്ചോനെ, ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷേ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ രണ്ട് ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി, നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. എവിടെ പോണ് കമലാക്ഷി? ഞാൻ മെടയാൻ പോണടി. ഐസില്ലാത്ത മീനെ, നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ. ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ ഭാരതമുണ്ട്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടിവാ, ഓടിവാ. നാളെ തിന്നാം, മറ്റന്നാൾ തിന്നാം, ഓടിവാ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കാണ്ട് വന്ന് വാങ്ങി ചേട്ടാ, ഓടിവാ. എന്നാ പിന്നെ മോനെ? അത്തല് പറ്റില്ലേ? ഓടിവാ, ഓടിവാ, ഓടിവാ. കിലോ 40 രൂപ, 40 രൂപ, കിലോ 40 രൂപ. ഓടിവാ, ഓടിവാ. ആ, ഓടിവാ ചേച്ചി. നോക്ക്, അത്തല് മീനാണ്. എന്താ അതിന് വില? നേരത്തെ പറഞ്ഞില്ലേ, വേഗം വാങ്ങ്. പൊടിയൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മച്ചി, പൊതിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുവന്നേ. എടുക്കട്ടെ, ഐശ്വര്യ ആവട്ടെ. 1 കിലോ ഉണ്ടോ? തൂക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മച്ചി. അവരെ കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീൻ കച്ചവടം തുടങ്ങിയത്. ഇവൻ MA, ഞാൻ BCom ഇത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റുന്ന തോന്നുന്നു. വെള്ളം കുളിപ്പിക്കും ഞാൻ. ചുമ്മാ ഇരിക്കട്ടാ. ആ, വേഗം വാ ചേച്ചി. ചേച്ചി നാളെ ബംഗാ മീനൊന്ന് വാങ്ങിച്ചോ. എന്ത് മീനാടോ? അസൽ മത്സ്യല്ലേ? എന്തേ കേരളമല്ലേ ചേട്ടാ, വൈകുന്നേരം ആകുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ 1 കിലോ വാങ്ങിച്ചോ. പിടയ്ക്കണ മീനാണ് ചേച്ചി. പക്ഷെ ചീഞ്ഞാന്നേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാ അതാ ഫിഷാ? അല്ല, മത്സ്യം. നല്ല പിടയ്ക്കണ സൈസാ, 1 കിലോ എടുക്കട്ടെ. വേണ്ട വേണ്ട. ശരി, വീണ്ടും കാണാം. കാണണം. കള്ള ഇതിനകത്ത് കള്ളാന്ന്. നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. കൈനീട്ടമായി, നമുക്കിനി പിരിയാം. മൂസക്ക, ഇതെന്താ സർക്കസാ? അങ്ങോട്ടൊന്ന് പോണായിരുന്നു. വേണ്ട വേണ്ട, അത് താങ്ങൂല. ഓ, ഞാനതങ്ങ് മറന്നു. അല്ലേലും ആനക്കറിയില്ലല്ലോ ആനയുടെ വലിപ്പം. നീ ഒരു പാപ്പാനായതുകൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ല, ഇത് പഴയ തടിയാ, വെള്ളത്തിൽ പോവും. പിന്നെ എന്തൊക്കെയുണ്ട് ഓ, വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ ജീവിച്ചു പോണം. ആന്ത്രപ്പൊട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ 500 കിലോ ആന്ത്രാക്സ് കിട്ടി. വെച്ചാരാ പുട്ടു ഒഴുങ്ങാം. പുഴുങ്ങാം. പിന്നെ 2 കാട്ടുപോത്തിനെ കിട്ടി. നമുക്ക് അറക്കാം. അറക്കാം. ഇതും അവിടുന്ന് കിട്ടിയതായിരിക്കും. ഇതാണ് മോനെ ആന്ധ്രവായു. ഇനി എങ്ങോട്ടാ? ഞാൻ നമ്മുടെ വർക്കിച്ചന്റെ വീട് വരെ. ആ, ആ കാളെ ഒന്ന് നോക്കണം. അതിന് വർക്കിച്ചുണ്ടല്ലോ. ഇങ്ങനെ നോക്കാനല്ല, കാളെ ഒന്ന് നോക്കണം. ഓ, അത് ശരി, ഇറച്ചിക്ക് ചോദിക്കാൻ. എന്തിനാ മൂസക കിട്ടാത്ത മുന്തിരിക്ക് കിടന്ന് അലയുന്നത്? അത് മുന്തിരി, ഇത് കാള. ഇതൊക്കെ ഒരു സുഖമല്ലേ കുട്ടപ്പ? ഇതൊക്കെ ഒരു അസുഖാന്നേ. അതല്ല കുട്ടപ്പ, പണ്ട് മുതലേ എന്നെ എന്തിനെ നിന്റെ കണ്ണിൽ അങ്ങോട്ട് തടയാത്തു? ഇവിടെ അങ്ങേര് കാളെ വളർത്തുന്നു, ഞാൻ അറുക്കുന്നു. അയാൾക്ക് ആ ഒരു കാളേ ഉള്ളൂ. എന്റെ ഈ കയ്യിലൂടെ 500 കാളകൾ കേറി ഇറങ്ങി പോയിട്ടുള്ളതാ. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലേ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ മൂസക്ക പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ. പണ്ടം ഞാൻ വെട്ടി. ഏയ് കുട്ടപ്പാ, നീ ഒന്നും ചെയ്യുന്നില്ല, അതാ എന്റെ പരാതി. മനസ്സിലായില്ല? എടാ, വർക്കിച്ചന് കൊടുക്കുന്ന പോലെ എനിക്കും കൂടെ തരാൻ ഒന്ന് ഓമനയോട് പറയണേ. അത് ഞാൻ തന്നാ പോരെ? അന്തിയുടെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റ്. ഞാനങ്ങ് പേടിച്ചു പോയി. ഏറ്റാ മതി. അന്തിക്കള്ളും അന്തിമയക്കും അന്നു ഞാനൻ സ്വന്തമാക്കും. അന്ന് നിന്റെ അന്ത്യമാകും. വിട്ടോ വിട്ടോ, നേരെ പോ. ഇതാണ് നിന്റെ കുഴപ്പം. പോയി പോയി, ഉടഞ്ഞു പോയി. കയ്യിലെല്ലു കൊള്ളുന്നു. എടോ, വന്ന വാളെ തൊഴുത്തിൽ കയറി താൻ എന്നാ എടുക്കുക? അതവിടെ നിന്നോട്ടെ, താൻ ഇങ്ങോട്ട് വന്നേ. ഇതാകെ പോയി. കാളെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇതിന് തീറ്റ ഒന്നും കൊടുക്കാറില്ലേ? അതിന് തിന്നാൻ കൊടുക്കാതെ ഞങ്ങളൊന്നും തിന്നാറില്ല, അല്ലേടാ മോനെ? അതല്ലേലും അത് തിന്നുന്നത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുകയില്ല. ഇതിങ്ങനാ ഇപ്പോഴത്തെ മാറുകൾക്കൊക്കെ രോഗമാന്നേ, കുളമ്പ് രോഗമാ. ആഹാ, ഇവിടെ നിൽക്കാണോ? അങ്ങോട്ടിരിക്കാം മൂസാക്ക. എന്നാൽ അകത്തോട്ടിരിക്കാം. അത് വേണ്ട. വേണ്ട, പുറത്തോട്ടിരിക്കാം. അതാ നല്ലത്. കാറ്റും അകത്താവുമ്പോഴേ ചൂടാ.
രൂപ 10,000 വെച്ച് കൊടുത്തിട്ടാ 2 മുറ്റേനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. എന്നാലും ഇതിന്റെ ഇളപ്പം കാണുമ്പോ കൊതിയാവുക. ഞങ്ങളുടെ കാളെ നോക്കി മൂസാക്ക വെള്ളം ഇറക്കണ്ട. അയ്യോ, ഞാനൊരു ആശ പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി. കൊള്ളാം. അപ്പേ അതൊക്കെ ശരി തന്നെ. ആ ആശ മനസ്സിൽ വെച്ചാതി മൂസാക്ക. ആ പരിപ്പ് വേണമെങ്കിലേ അതിന് വെള്ളം വേറെ വേണം. ഇതെന്താ പുല്ല് ചെത്തൽ യജ്ഞമോ? അമ്മയും മക്കളൊക്കെ ഒരേ ചെത്താണല്ലോ. അന്നമ്മ ചേട്ടത്തി ആലീസോടെ പോയി. അമ്മയും ചേച്ചിയും കൂടി പള്ളിയിൽ പോയിരിക്കാ. നിനക്ക് ഈ പള്ളിയിൽ പോക്കും കുമ്പസാരമൊന്നും നീ പോയി കുടിക്കാൻ പാപ്പ, ഞാൻ കളിക്കാൻ പോവാം. ഇതിങ്ങനെ താങ്ങി നിന്നാൽ എങ്ങനെ? ഞാൻ പിടിക്കാം. അങ്ങോട്ട് ഇറക്കണ്ടേ? ദേ, ഞാൻ പിന്നാലെ ഉണ്ട്. ഞാൻ പിടിക്കും. ദേ, പിടിച്ചു, ഇറക്കി. അങ്ങോട്ട് ഇട്ടല്ലോ. ഞാനെല്ലാം കണ്ടു. എന്തുകൊണ്ടാ ഞാൻ കണ്ടു. മറ്റത് സൈക്കിള് ആ മീൻകാരനുമായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ കണ്ടു. അത് ഞാൻ ആരോട് പറയത്തില്ല. നമ്മളെ കൂടെ അപ്പാ ഞാൻ പോയി കുളിച്ചേച്ചും വരാം. വരുന്ന വഴിക്ക് പാടത്തും പോയിട്ട് വരാം. അപ്പാപ്പ ഇത് കാപ്പി. ഈശോയെ, സമയം എന്തായി? 6:30 കഴിഞ്ഞു. താഴേക്ക് വെള്ളം കൊടുത്തോ? ഇല്ല, പുല്ല് തിന്നുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ നോക്ക്. ചവിട്ടിക്കാൻ ആളിങ്ങെത്തും. ശരി. ആ, വർക്കി എന്തിയെ? അപ്പം കുളിക്കാൻ പോയിരിക്കാം. എന്താടി ലിസി എണീറ്റില്ലേ? അതിന് ഉച്ചയിന് സൂര്യൻ ഉദിക്കണ്ടേ? ആ, എണീറ്റ് അവളോട് പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. പെൺകുട്ടികൾക്ക് ഉറങ്ങുന്നതിനും ഇല്ലേ ഒരു കണക്ക്? ആ, ഇതെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്ക്. ഇവിടെ ഒന്ന് ചൊറിഞ്ഞേ. ഈ ചെള്ളിന്റെ ഒരു കടിയേ മതിയോ? ചൊറിയടി. ചൊറിയാൻ പറഞ്ഞ മാന്തല. ഈ അമ്മച്ചിക്ക് എപ്പോഴും ചൊറിച്ചില്ല. ഞാൻ പോണു. എന്താടി ഇതുവരെ തീർന്നില്ലേ? അതിന് മുറ്റം നിറയെ എന്തോരം ചവറ. മുഴുവൻ അടിച്ചങ്ങോട്ട് തീരണ്ടേ? എന്താടാ നടയിലെന്നാണോ പല്ലിരിക്കുന്നേ? അങ്ങോട്ട് മാറിയിരുന്നൂടെ? മോളെ, ഇങ്ങനെ തുള്ളി ചാടിപ്പോയാ കടയിലെത്തുമ്പോ പാല് മുഴുവൻ തുളുപ്പിപ്പോവും. പതുക്കെ പോ. അത് പാത്രം നിറഞ്ഞിട്ടാ. പാത്രം നിറഞ്ഞ പതുക്കെ പോണം. സോഫ്യ പോകുമ്പം തുളുമ്പുന്നുണ്ടോ? എടി ബീഡി തീർന്നു. ഒരു കെട്ടി ബീഡിയും കൂടെ. ഇങ്ങോട്ട് തറ. മോളെ, ഇതിനെ എവിടെ കേട്ടണ്ടേ? തോമസൂട്ടി, ദേ പശുവിനെ ചോട്ടിക്കാൻ ആള് വന്നു. ആ, ഇത് മണിക്കുട്ട, ഇങ്ങോട്ട് നടക്കണ വേഗം. വാ, ഇങ്ങോട്ട് നടക്ക്. നിനക്കെന്താ മടി? നടക്കടാ. നിനക്കെന്താ ഇന്നൊരു ഉത്സാഹക്കുറവ്? വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞില്ലേ? വാ. നിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടേ എനിക്ക് ഒത്തിരി പണി വേറെയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. നീ വല്ലതും പഠിക്കണുണ്ടോടാ? അതോ അപ്പനെ പോലെ കാളയെ കൊണ്ട് നടക്കാനാണോ പാവം? അപ്പാപ്പൻ കാണുന്നില്ലേ ഞാൻ എന്നും ഇരുന്ന് പഠിക്കുന്നത്? ആ, എങ്കിൽ കൊള്ളാം. ശോഭേ, കുറച്ച് വെള്ളം ചൂടാക്ക്. നല്ല ശരീരവേദന. ആ, നീ ഇതെല്ലാവർക്കും കൊടുക്ക. എന്താ അപ്പാപ്പനും കൊച്ചുമക്കളും കൂടി ഒരു വർത്തമാനം? എടാ, പള്ളി കമ്മിറ്റിക്കാരിന്നും പിരിവിന് വന്നിരുന്നു. കൂടെ വികാരി അച്ഛനും ഉണ്ടായിരുന്നു.
നിന്നെ അവര് പ്രത്യേകം തിരക്കി. ഈ അച്ഛന് വേറെ ഒരു പണിയില്ലേ, എപ്പോഴും പിരിവ് തന്നെ പിരിവ്. മനുഷ്യനാണെ കാശില്ലാതെ നെട്ടോട്ട് ഓടുക. ഇടി നിന്റെ അമ്മച്ചും ചേച്ചി എന്ത് ചെയ്യേ? അമ്മയും ചേച്ചിയും കിടന്ന് ഉറങ്ങ അപ്പച്ച. ഇതെന്താ ഈ നേരത്തൊരു ഉറക്കം? ആ മണികണ്ട PSC നിയമനം ഉടനെ അങ്ങനെ നടന്നാൽ DPPക്ക് നമുക്കൊരു മാഷ കൂടെ കിട്ടും. യൂണിയൻ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒക്കെ സ്വാർത്ഥം. മാഷന്മാരുടെ നേതാക്കൾക്ക് സ്വന്തം പുസ്തകം സിലബസിൽ ഉൾപ്പെടുത്താൻ താല്പര്യം. അതെ അല്ലെങ്കിൽ സർക്കാർ മൂരാച്ചി. ആലീസ് ഒന്ന് സഹായിക്കണ്ട മാഷെ. മാഷ് വേഗം വരില്ലേ? PTA മീറ്റിംഗിന്റെ കാർഡിൽ കുറച്ച് അഡ്രസ് എഴുതാനുണ്ട്, മറക്കണ്ട. ഞാൻ പോട്ടെ ആലീസ്. പുല്ലരിഞ്ഞരിഞ്ഞ് കാളക്കാരിയാവും ഒടുവില്, അല്ലേ? അല്ലാതെ എന്തോ ചെയ്യാനാ? ഓരോ ജന്മത്തില് ഓരോ വിധിയാണല്ലോ. PSCയിൽ 50% നിയമനം ഉടനെ നടക്കുമത്രേ. കയറിപ്പറ്റാൻ പറ്റുമോ വല്ല പഞ്ചായത്ത് ഓഫീസിലെങ്കിലും? അറിയില്ല. 3 ടെസ്റ്റ് എഴുതിയത്. റാങ്ക് പ്രകാരം കിട്ടേണ്ടതാ. അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. ഭാഗ്യം അതുണ്ടാവും. ദൈവത്തോട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. കണ്ണു തുറക്കുന്നില്ലാന്നുള്ള ദൈവങ്ങള്. ആ മാഷ് എങ്ങോട്ട് പോയതാ? ചായക്കട വരെ. ഒരു പ്രാതൽ. ഉച്ചയ്ക്കും രാത്രിയിലുള്ളൂ പാചകം. ഒരു കുടിസു മുറിയാണേ. ഞാനും സതീഷും പിന്നെ 2 കൂട്ടുകാരും. എന്താ ഞാൻ വന്ന് വെച്ച് വിളമ്പി തരണോ? അയ്യോ, കാളവർക്കി കാലിനാവും. സമയമാവട്ടെ, അപ്പൊ വെച്ചുണ്ടാക്കാം. ആ മാഷ് എന്നാ നാട്ടിൽ പോന്നേ? പെങ്ങൾക്കൊരാലോചനയുണ്ട്. അതൊത്താ ഒന്ന് പോയി വരണം. പിന്നെ ബാധ്യതയില്ലല്ലോ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഗോപിക സുമംഗലിയാവാൻ. നസ്രാണി പെണ്ണ് പ്രാർത്ഥിച്ച ഹിന്ദുക്കളുടെ ദൈവം കേക്കോ? ജാതിയും മതവും ഇല്ലാത്തതായി ദൈവങ്ങളെ ഉള്ളൂ. മനുഷ്യരല്ലേ ദുഷ്ടന്മാര്. എല്ലാം ശരിയാവുന്നേ. വാ, താമസിച്ച അവർക്ക് പിണങ്ങാൻ ഇനി അത് മതി. പച്ചമീൻ ഉമ്മ കൊടുക്കണോടി. നീ എന്താ പൂച്ചയാ? നോക്കിയിരിക്ക മീൻ വെട്ടടി. എന്താ നിനക്കിവിടെ കാര്യം? അകത്ത് കയറിപ്പോടി. മഴ കുറവായതുകൊണ്ട് കള്ളില്ല. വെറുതെ തല്ലിട്ട് എന്താ കാര്യം? കൊലേ ചാറില്ലാതെ കള്ള് കിട്ടുവോ? ഞാൻ പോയി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വന്നാലോ? അങ്ങൂന്ന് വാങ്ങിച്ചോണ്ടോ? അങ്ങൂന്ന് വാങ്ങിക്കാം. ഞാൻ വരാൻ കുറെ വൈകും. ഷാപ്പിന്ന് കാശ് വാങ്ങിക്കണം. വേണമെങ്കിൽ അകത്തിരിക്കുന്നിടത്ത് കൊടടി കള്ള്. ചുറ്റി 3 എണ്ണ മുടങ്ങിക്കിടക്കുന്നേ. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് 3-4 ദിവസമായല്ലോ, ഓർക്കാഞ്ഞിട്ടല്ല. നാളെ എങ്കിലും ആ തവണയൊക്കെ അടയ്ക്കണം. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. തവണയല്ലേ അടയ്ക്കേണ്ടു. എത്ര തവണ അടയ്ക്കണം? എത്ര തവണ അടച്ചത് വട്ടമറുതി എത്തും. പട്ടി ആരും കാണണ്ട.
വരുന്നു. ആ എന്താ? അന്നവേട്ടത്തെ ഓ നീ വന്നേ. അതെ ഞാൻ താങ്ക് യു. ഞാനിത് ആരോടും പറയില്ല. എന്താ അമ്മേ? ഒരു പൂച്ചയോ? ആ ഒന്ന് നിന്നേ. എന്താ? ചേലക്കര പുതിയതല്ലയോ? ആണെങ്കി അതെ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞോന്ന് കരുതുക. സമയം ഒത്തുവന്നില്ല. അധികം ചുറ്റിക്കളിയൊന്നും വേണ്ട. ഈ സ്ഥലം അത്ര നല്ലതല്ല. അത്രയ്ക്ക് വിലക്കുറവാ? അതല്ല, ഇവിടുത്തെ ആൾക്കാര് വളച്ചേട്ടി ഒരേക്കറങ്ങ് ഏറ്റെടുത്തൂലോ. എന്നിട്ട് കാര്യം പറഞ്ഞില്ലല്ലോ ചേട്ടാ. പറയാനിയാ. എന്നാ പറ ചേട്ടാ. അതെ, മീൻകാരന്റെ പ്രേമം നാട്ടിലറിഞ്ഞ് സംഭവം വർക്കിമാപ്പിളയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഭാഗ്യം. അപ്പൊ കാര്യൽപ്പായല്ലോ. ഇനി എന്ത് സംഭവിക്കും? സംഭവാമി യുഗേ യുഗേ. അല്ല ചേട്ടാ, അത് ചേട്ടന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അത് ഞാൻ ഇല്ല ഇല്ല, വേറെ പണിയില്ല. പക്ഷെ ഞങ്ങളുടെ മീനോടെ വെയിറ്റിംഗില്ല. ഓ. സമയത്തിന് ചെന്ന് അത് എടുത്തില്ലെങ്കിലേ ഞങ്ങളുടെ മീൻ നാറും. അപ്പൊ ചേട്ടൻ ചെല്ല്. ആ പറഞ്ഞ പോലെ മാറിക്കടാ, ഇല്ലെങ്കിൽ ഷേപ്പ് മാറും. ഇപ്പൊ മീ മാത്രമേ നാറൂ. കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാറും. ആ. രണ്ടു ദിവസമല്ലേ കണ്ടിട്ട്. മാഡം ലീവിലായിരുന്നു. അപ്പോ എന്നെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? ഇത് മുഷിഞ്ഞ കച്ചവടമല്ലേ. ആരെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ ഒരു ഉഷാറ് കിട്ടും. അപ്പോ കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ് ഈ കൂടിക്കാഴ്ച അല്ലേ? കച്ചവടം നന്നായാലല്ലേ പിന്നീടുള്ളത് നടക്കൂ. ആദ്യം സെറ്റപ്പ്, പിന്നെ തയ്യാറെടുപ്പ്, പിന്നെ പിന്നെ പറയൂ 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 പറഞ്ഞേ. ഒന്നുമില്ല. അല്ലാതിരിക്കട്ടെ, ഞാൻ കൊടുത്തോട്ട് മീൻ എങ്ങനെ? അടിപൊളി. ഋഷി കൊടുത്തേച്ചതായതുകൊണ്ട് ഞാനൊന്ന് മണത്ത് നോക്കി. സ്പ്രേ അടിച്ചിട്ടുണ്ടോ അറിയാനാ? എന്ന് വെച്ചോ. ആ അപ്പൊ അമ്മച്ചി ചോദിക്കുക, നീ എന്താടി പൂച്ചയാണോന്ന്? പൂച്ച ആരാണെന്നാ ഇപ്പൊ എന്റെ സംശയം. ദേ ഒന്ന് പിടിച്ചേ. പോവാ. അയ്യോ, അയ്യോ കുട്ടപ്പൻ ചേട്ടനല്ലേ? ഇതെന്തു പറ്റി? ഒന്നും പറ്റിയില്ല, കൺട്രോൾ പോയി. സൂക്ഷിക്കണേ, വയസ്സേറി വരികയല്ലേ. അയ്യോ അനിയ, എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. മുടി പോയെന്നേ ഉള്ളൂ. അതെ, മുടി വളരണമെങ്കിലേ മനസ്സ് നന്നായിരിക്കണം. ആ ഉവ്വ ഉവ്വ. അപ്പൊ ശരി, മീൻ ഇത്തിരി കൂടി ബാക്കിയുണ്ട്. സംസാരിച്ചെന്നാലേ അരി കരിയും. അതെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. വിവരത്തിന് മണിയോടെ അയക്കണേ. പോട്ടെ. അയക്കോ കൊണ്ടുതരും, എന്തെങ്കിലും ചെയ്യാം. അനിയൻ ചെല്ല്. അല്ലേലും നിന്റെ അരി കരിയും. ഓ എന്റെ നടുവേ. ഇന്നലെ മുഖത്ത്, ഇന്ന് നടുവിന്. ശനിദശ വന്ന ഫലം തടയുക. കാലത്തെ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഒരു ചവിട്ടിക്കലുണ്ടായിരുന്നു. കാളെ കൊള്ളാലോ അല്ലേ? അത് പശുവിനോട് ചോദിക്കാം. രണ്ട് ചെറുപ്പക്കാര് നമ്മളെ നാട്ടിൽ മീമിക്കാൻ വന്ന കാര്യം വർക്കിച്ച് അറിഞ്ഞോ? പറയണ കേട്ടു. ഡിഗ്രിക്കാരാണത്രേ. ഡിഗ്രിക്കാരുടെ ഒരു ഗതികേട്. ഒരു ഗതികേടുമില്ല. അതിലൊരുത്തൻ പഠിച്ച കള്ളനാ. തീക്കൊള്ളി കൊണ്ടാ അതിലൊരുത്തൻ തലവറിയുന്നത്. മനസ്സിലായില്ല. നമ്മുടെ സോഫിയ കുട്ടി ഇല്ലയോ? മോള് അവനുമായിട്ടാ അവളിപ്പോ കറക്കം. താൻ ഓരോന്ന് വെച്ചോണ്ടാക്കരുത് കേട്ടോ. വെച്ചുണ്ടാക്കിട്ട് എനിക്ക് എന്ത് കാര്യം? ഒരു സൂചന തന്നെന്ന് മാത്രം. വർക്കിച്ചന്റെ മോൾ എന്റെ മോളെ പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. താനിതെങ്ങനെ അറിഞ്ഞു? തെങ്ങിന്റെ മുകളിൽ ഇരുന്ന് ഈ കുട്ടപ്പൻ അറിയാത്ത കാര്യങ്ങളില്ല, കാഴ്ചകളില്ല. അതെ, ദേവലോകത്തിരുന്ന് ഞാൻ എല്ലാ കളികളും കാണുന്നുണ്ട്. കാലത്ത് തയ്ക്കാൻ പോകുമ്പോ അവരുടെ കൂടിക്കാഴ്ച പതിവാ. അതെ, ഞാൻ ഈ പറഞ്ഞ് വർക്കിച്ച വീട്ടിൽ ചെന്ന് പോലീസൊന്നും ആവണ്ട. സാവധാനം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്ക്. അതെ, ഇനി അവനിട്ട് രണ്ട് പെടപെടച്ചാലും കുഴപ്പമൊന്നുമില്ല. നീ പുല്ലരിഞ്ഞ് വിട്ടിരുന്നോ? നിന്റെ 3 പെമ്പിള്ളേര് വല്ലവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴെങ്കിലും തീരുവായി പുല്ലരിച്ചില്. എവിടെ പോയാ തയ്യക്കാരി? അവളാ മീൻകാരനെ തയ്യലോടിപ്പിക്കാൻ പോയോ? നിങ്ങൾ എന്തോന്ന് വെച്ചായ വേണ്ടാതീനം പറയില്ലേ? ഇറങ്ങിങ്ങോട്ടല്ലേ. ആ മീൻകാരനോട്ട് എന്തോന്നടി ബന്ധം?
എന്ത് ബന്ധം? അവരൊന്നിച്ച് പഠിച്ചവരല്ലേ? പഠിപ്പൊക്കെ കോളേജിൽ തീർന്നില്ലേ? വയലിലും വഴിവെക്കിലും അതിന്റെ ബാക്കി വേണ്ടാന്ന് അവളോട് പറഞ്ഞേക്ക്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. അവരുടെ പ്രേമം നാട്ടിപ്പാട്ട. കണ്ട തീയച്ചക്കനാട്ടി തെണ്ടി നടക്കുന്ന വർക്കിയുടെ മോക്ക് പറ്റൂല. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ? കുട്ടപ്പൻ നിത്യവും കാണുന്നതാ. അവൻ എന്നോട് കള്ളം പറയില്ല. ഓ, കുട്ടപ്പൻ. ആ, കുട്ടപ്പൻ. രണ്ട് തലയ്ക്കും പിടിച്ച് നടുക്ക് തീ വെക്കുന്നവനാ കുട്ടപ്പൻ. അതെങ്ങനെയാ? അയാളോട്ടല്ലേ അന്തിക്കൂട്ട്? ഡേയ്, നീ നിന്റെ മോക്ക് സൈഡിൽ നിൽക്കുക. നിന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വർക്കിയുടെ മോളെ സമ്മതിക്കില്ല. കൂടെ പഠിച്ച കുട്ടികളെ തമ്മി കാണുമ്പോ അവരെ വല്ലതും മിണ്ടിന്ന് പറഞ്ഞു നോക്കിയിരിക്കും. അത് വലിയ തെറ്റാ. നിങ്ങൾ ആദ്യം നേരെയാകും. എടി, തന്തയ്ക്ക് വെക്കാത്തോളൂ നിന്നെ ഞാൻ. തല്ലിക്കോ, തല്ലിക്കൊന്നു. പക്ഷെ ഒരു കാര്യം ഓർത്താ നന്ന്. പിത്തികളക്കാരന്റെ മക്കൾക്ക് ആ സ്വഭാവം വന്നാ അതെന്ത് കുറ്റം? നിന്നെ തല്ലി എന്റെ കൈ നാറും. ഇതിലും ഭേദം മീൻകാരന്റെ നാറ്റം. അരിഞ്ഞിട്ട് മാടി.